ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട് പണിയുടെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ വീട് ഇങ്ങനൊരു അവസ്ഥയിലേക്കെങ്കിലും എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ പണികളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. നമ്മളൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, നിങ്ങളത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വാ കീറിയ ദൈവം ഇരയും തരും എന്നുള്ളത്. എൻ്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത് പോലും. അത് തന്നെയാണ് ഈ പണികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എൻ്റെ ധൈര്യവും. ഇപ്പോൾ ഈ വീട് പണി നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഇന്ന് തട്ടിക്കൂട്ടി കംപ്ലീറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. തട്ടിക്കൂട്ടെന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിനുള്ള ഇലക്ട്രിക് വർക്കുകൾ ചെയ്യുക, ബാത്റൂമിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, ടൈൽസിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ഓടിയെത്താൻ പറ്റുന്നുമില്ല, അതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി പണിയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അപാകതകളും പാളിച്ചകളും ഈ പണികളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ലോക്കൽ വർക്കേഴ്സിനെ വെച്ചിട്ടാണ്, ഡെയിലി വേജസിനാണ് ചെയ്യിപ്പിച്ചതൊക്കെ. പക്ഷേ എന്നിട്ടും കുറേയധികം അപാകതകൾ ഉണ്ടായി. എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒന്നാണ് സ്വന്തമായിട്ട് വീട് പണിയുന്നത്. അതുകൊണ്ട് തന്നെ സംഭവിച്ചു പോയ പാളിച്ചകളൊക്കെ ഇപ്പം നമുക്ക് തിരുത്താൻ പറ്റുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും കുറച്ച് ക്യാഷൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു ഇൻറ്റീരിയർ ചെയ്യുന്ന ഒരാളെ വെച്ച് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് ക്ലിയർ ആക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയെങ്കിലൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് താമസം ഇങ്ങോട്ടേക്ക് മാറ്റണം എന്നുള്ള ഒരു വിശ്വാസം